ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ലിറ്റിൽ ബേർഡിയുടെ ഡെക്കോർ വാർണിഷാണ്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ അതുപോലെ ആർട്ട് വർക്കുകളൊക്കെ തന്നെയും നമുക്ക് നല്ല ഭംഗിയായിട്ട് സീൽ ചെയ്യാൻ പറ്റുന്ന വാർണിഷാണ് ഈ ലിറ്റിൽ ബേർഡി ഡെക്കോർ വാർണിഷുകൾ. അപ്പോൾ ഇത് രണ്ട് വേരിയൻറ്റിലാണ് വരുന്നത്. ഒന്ന് മാറ്റ് ഫിനിഷും ഒന്ന് ഗ്ലോസ് ഫിനിഷും. ഈ ഒരു ടിൻ വരുന്നത് 100 ml ആണ്. അപ്പോൾ 100 ml 250 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഇറ്റ്സി ബിറ്റ്സിയുടെ സൈറ്റിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഓഫറുണ്ട്. അപ്പോൾ നമുക്കത് 200 റുപ്പീസിനൊക്കെ കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്ലോസ് വേരിയൻറ്റ്, 100 ml ആണ്. ഇതിൻ്റെ ഇപ്പോൾ വലിയ ബോട്ടിൽസ് വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് നല്ല പ്രൈസിയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ അത്യാവശ്യം കുറേ അധികം വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, വാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് ഈ 100 ml ബോട്ടിൽ തന്നെ ധാരാളമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇറ്റ്സി ബിറ്റ്സിയുടെ സൈറ്റിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 200 റുപ്പീസിനൊക്കെ ഇത് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. പക്ഷേ നമുക്കൊരു 250 റുപ്പീസ് ഒക്കെ ആവും. ചില സമയത്തൊക്കെ ഇത് 240 റുപ്പീസിനും കാണാറുണ്ട്. ആദ്യം ഞാൻ വാങ്ങിയത് മാറ്റ് ഫിനിഷിലുള്ളതായിരുന്നു. അത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ബോട്ടിൽ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ വെച്ചിരുന്നതാണ്. അത്രയേറെ നല്ലതായതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും ഇത് വാങ്ങിയത്. ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വേറെയുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വാർണിഷസിനെ പറ്റി. അപ്പോൾ അതിൽ ഞാൻ കുറേ വേരിയൻസ് കാണിക്കുന്നുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ അടുത്ത് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഇതിന് ഞാൻ വാർണിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വാർണിഷാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതൊരു DIY റീസൈക്കിൾഡ് ട്രേ ആണ്. ഇതൊരു സ്വീറ്റ് ബോക്സ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലിഡുകൾ, അപ്പോൾ അത് രണ്ടും നമുക്ക് ട്രേ പോലെ യൂസ് ചെയ്യാം. 2 ലിഡ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. ഡെക്കോപ്പാജാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിൽ ആദ്യം നമ്മൾ ഡെക്കോപ്പാജൊക്കെ ചെയ്ത് പെയിൻറ്റൊക്കെ ചെയ്ത ശേഷം ഒരു കോട്ട് ഡെക്കോ മാജിക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പേപ്പറിന് മുകളിൽ, ഡെക്കോപ്പാജ് പേപ്പറിന് മുകളിൽ ഡെക്കോ മാജിക് ഗ്ലൂ. ഇതും ലിറ്റിൽ ബേർഡിയുടെ തന്നെയാണ്. ഇറ്റ്സി ബിറ്റ്സിയിൽ നിന്ന് തന്നെയാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ട്രേയിൽ ഞാൻ ഗ്ലോസ് ഫിനിഷാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. മറ്റൊരു വർക്കിൽ ഞാൻ മാറ്റ് ഫിനിഷ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതും അതുപോലെയുള്ളൊരു ട്രേ ആണ്. ഞാൻ ട്രേ പോലെ ആക്കി എടുത്തതാണ്. ഇത് പെയിൻറ്റ് ചെയ്ത് എടുത്തതാണ്. ഇതിൽ ഡെക്കോപ്പാജ് നാപ്കിൻ പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 2 ഡെക്കോപ്പാജ് നാപ്കിൻ പേപ്പറും ഞാൻ ഇറ്റ്സി ബിറ്റ്സിയുടെ സൈറ്റിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഓരോ നാപ്കിൻ പേപ്പറും 4 ഡിസൈൻസ് വീതം നമുക്ക് കിട്ടും. അതിൽ നമുക്ക് 3 പ്ലൈ ആണിത്. അതുപോലെ ഇതിനകത്ത് നമുക്ക് 40 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓരോ നാപ്കിൻ പേപ്പറിനും. ചില സമയത്തൊക്കെ ഓഫേഴ്സ് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ 2 ട്രേയും, ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ടേബിൾ ടോപ്പിൽ വെക്കാനും പെറ്റ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ട്രേ ആണ്. ട്രേ പോലെ തന്നെ യൂസ് ചെയ്യാം. നമ്മുടെ ഫോണ് ഒക്കെ നമുക്ക് സേഫായിട്ട് വെക്കാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കാം. വളരെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഗ്ലോസ് ഫിനിഷുള്ള വാർണിഷാണ് യൂസ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലാറ്റ് ബ്രഷാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വാർണിഷ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 2 കോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു കോട്ട് അപ്ലൈ ചെയ്ത് ഉണങ്ങിയ ശേഷം നമ്മൾ അടുത്ത കോട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോഴാണ് കൂടുതൽ ഇത് നന്നായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്തൊന്നും വാഷ് ചെയ്യരുത്. എന്തെങ്കിലും ചെളി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വെറ്റ് ക്ലോത്ത് കൊണ്ട് അത് നമുക്ക് നന്നായിട്ട് വൈപ്പ് ചെയ്യാം. കൂടുതൽ ചെളിയുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ലിക്വിഡ് സോപ്പ് യൂസ് ചെയ്തിട്ട് വളരെ പതിയെ റിൻസ് ചെയ്ത് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഉണങ്ങിയ ശേഷം നമുക്ക് അടുത്ത കോട്ട് അപ്ലൈ ചെയ്യാം. ഇനി മാറ്റ് ഫിനിഷിലുള്ളത് ഞാൻ നിങ്ങൾക്ക് വേറൊരു DIYയിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും ഇതിൻ്റെ സ്ട്രോക്സ്, അതായത് നമ്മൾ ഫ്ലാറ്റ് ബ്രഷിൻ്റെ സ്ട്രോക്സ് യൂസ് ചെയ്തിട്ട് ആദ്യം നമ്മൾ വെർട്ടിക്കലിയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഹൊറിസോണ്ടലി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉടനെ തന്നെ ബ്രഷ് നമ്മളൊരു വെള്ളത്തിൽ ഇട്ട് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആകും. ഓക്കെ, ഈ ഒരു പ്ലാന്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിൽ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. DIY ട്രെൻഡി പ്ലാന്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേയധികം ട്രെൻഡി പ്ലാന്റേഴ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കണ്ടു നോക്കൂ. അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണത്.
അപ്പോൾ DIYs ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് മാറ്റ് ഫിനിഷിലുള്ളതാണ്. അപ്പോൾ ഞാനിതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മൾ ടോപ്പ് പോർഷനിലും ബോട്ടം പോർഷനിലും കുറച്ച് കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യം എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കൂ. അതിൽ കുറേയധികം പ്ലാന്റേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് മാറ്റ് ഫിനിഷിലുള്ളതാണ്. ഇതൊരു ബൊഹീമിയൻ തീമിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്ററാണ്. അപ്പോൾ ഇതിൽ ഞാൻ മാറ്റ് ഫിനിഷാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റർ ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്ന് ഉണ്ടാക്കിയതാണ്, ഒരു സ്പ്രേ ബോട്ടിലിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇറ്റ്സി ബിറ്റ്സിയുടെ തന്നെ ലിറ്റിൽ ബേർഡി ചോക്ക് പെയിൻ്റ് ആയിട്ടുള്ള ടെറാക്കോട്ട ഷെയ്ഡാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ബേസ് പെയിൻ്റായിട്ട് ട്രാക്ടർ ഇമൽഷൻ അപ്ലൈ ചെയ്ത ശേഷം അത് ഉണങ്ങിയിട്ടാണ് ഈ ഒരു പെയിൻറ്റ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളൊരു വാർലി പെയിൻറ്റിംഗ് ആണ് അതിൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ മണി പ്ലാന്റ്സ് ആണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതിലും ഞാൻ മാറ്റ് ഫിനിഷാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പ്ലേസ് മാറ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ നമ്മുടെ കേക്കിൻ്റെയൊക്കെ ബേസ് ഉണ്ടല്ലോ വീട്ടിൽ നമുക്ക് വേസ്റ്റായിട്ട് നമ്മൾ കളയുമല്ലോ കേക്കൊക്കെ വാങ്ങിയ ശേഷം. അപ്പോൾ അതിൽ ഒരു കേക്ക് ബേസ് എടുത്ത് വെച്ച ശേഷം അതിൽ ഞാൻ വീട്ടിൽ വാങ്ങിയ സാധനങ്ങളൊക്കെ കെട്ടിക്കൊണ്ടുവരുന്ന ജൂട്ട് ഡ്രോപ്പ് കളക്ട് ചെയ്ത് വെച്ച ശേഷം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. പ്ലേസ് മാറ്റ്സ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇത് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ളത് ഡയറക്റ്റ് ഷോപ്പിലും ഓൺലൈനിലും ഒക്കെ വാങ്ങാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള MDF അതുപോലെ ജൂട്ട് ഡ്രോപ്പ് മക്രാമെ ത്രെഡ്സൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നല്ല പ്രൈസിയാണ്. നമ്മൾ 4 ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ 5 എണ്ണത്തിൻ്റെ ഒരു സെറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കൂടുതൽ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നമുക്ക് വേസ്റ്റായിട്ട് വരുന്ന കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി അത് നടക്ക് കുറച്ച് ജൂട്ട് ഡ്രോപ്പോ അല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള ത്രെഡോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിങ്കോണിയം പ്ലാന്റ് ആണ്. ഞാനിത് വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യുന്നതാണ്. ഇതുപോലെ ഗ്ലാസ് ബോട്ടിലുകളിൽ അതുപോലെ DIY ആയിട്ടുള്ള പ്ലാന്റേഴ്സിലൊക്കെ ഞാൻ കുറേയധികം പ്ലാന്റ്സ് വാട്ടർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ ചെറിയൊരു സിങ്കോണിയം പ്ലാന്റിൻ്റെ കട്ടിങ് ആയിരുന്നു. അത് നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ വെള്ളം മാറ്റി കൊടുത്താൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ സിങ്കോണിയം. പിന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഈ വാട്ടർ പ്രൊപ്പഗേഷനൊക്കെ ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അതും ഞാൻ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനോട് ഷെയർ ചെയ്യാതെ എന്ത് സന്തോഷമല്ലേ. അപ്പം ഇതുപോലെ നിങ്ങൾക്കും പറ്റുന്ന കുറച്ച് പ്ലാന്റിൻ്റെ കട്ടിങ്സൊക്കെ നിങ്ങൾ ഇതുപോലുള്ള DIY പ്ലാന്റേഴ്സിലൊക്കെ നിങ്ങൾക്ക് ആക്കി വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരു ഐഡിയ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്. 2 കോട്ടും അപ്ലൈ ചെയ്ത് നമുക്ക് ഇനി ഉണക്കിയെടുക്കണം. അപ്പോൾ ഒരു കോട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഒരു കോട്ട് കൂടി ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതൊന്നും കൂടി നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കാനാണ്. അപ്പം ഗ്ലോസ് ഫിനിഷ് ഉള്ളതിന് നല്ല ഗ്ലോസി ഫിനിഷ് ഉണ്ട്. എന്നാൽ ഓവറായിട്ടുള്ള ഗ്ലോസി ഫിനിഷ് ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല. അത്യാവശ്യം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സ്കൈ ഒക്കെ ഞാനൊന്ന് ഡീറ്റെയിലിംഗ് കൊടുത്ത് എടുത്തിട്ടുണ്ട്. ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല. സ്കൈ ഒക്കെ ഒന്ന് ഡീറ്റെയിലിംഗ് ചെയ്ത് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് ഈ ഒരു ഡെക്കോപ്പാച്ച് ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ചെയ്യാം, വേറൊരു സർഫസിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാണ്. സെക്കൻഡ് കോട്ടും കൂടി അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയ ശേഷം നമുക്കിത് റെഡി ടു യൂസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാർണിഷിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഒരുപാട് വർക്കുകളൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള വാർണിഷുകളെ പറ്റിയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇട്ടേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള വർക്കുകൾ ട്രൈ ചെയ്ത് നോക്കാനും നിങ്ങൾ മറക്കരുത്. നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ചാനലിൽ വീഡിയോസിന് എന്തായാലും വ്യൂസ് കൂടുകയുള്ളൂ. അപ്പോൾ ഗാർഡനിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു ആ വീഡിയോസൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ വ്യൂസ് കുറഞ്ഞു വരികയാണ്. കാര്യം DIYs ഇഷ്ടപ്പെടുന്നവരുണ്ട്, പക്ഷേ എന്തോ നമ്മുടെ ചാനലിന് വീഡിയോസിന് അത്ര റീച്ച് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യൂ.
ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരെ പോലെ തന്നെ DIYs ഇഷ്ടപ്പെടുന്നവരെയും നമ്മുടെ ചാനലിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.